ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു ദിവസം ദേവാലയം നിറഞ്ഞിരിക്കുന്നു. ആളുകളുടെ ശബ്ദം, പ്രാർത്ഥനകളുടെ ഗാനം, നാണയങ്ങളുടെ ശബ്ദം. ആ കൂട്ടത്തിൽ ആദ്യമായി കാണുന്നത് നിയമജ്ഞരെയാണ്. നീണ്ട വസ്ത്രം, തല ഉയർത്തി നടപ്പ്, ആളുകൾ നോക്കണം, പ്രശംസിക്കണം എന്നൊക്കെയായിരുന്നു അവരുടെ ആഗ്രഹം. അവർ പ്രാർത്ഥിച്ചു. പക്ഷേ ഹൃദയം ദൈവത്തോടായിരുന്നില്ല, മനുഷ്യരുടെ കണ്ണുകളോടായിരുന്നു. ഈശോ അവരെ നോക്കി ശിഷ്യന്മാരോട് പറഞ്ഞു, ഇവരുടെ ഭക്തി പ്രദർശനമാണ്, സത്യം ഹൃദയത്തിൽ നിന്നാണ്. അപ്പോൾ ഒരു ശബ്ദം കേട്ടു. ഒരു പെൺകുട്ടിയുടെ കാലടിയെ പോലെ ചെറുതായി ആരോ നടക്കുന്നു. ഒരു ദരിദ്ര വിധവ, അവളുടെ വസ്ത്രം പഴക്കം തീർന്നത്. അവളുടെ കയ്യിൽ 2 ചെറു നാണയങ്ങളുമുണ്ട്. ആ നാണയങ്ങളിൽ അവളുടെ ജീവിതവും വിശ്വാസവും വേദനയും എല്ലാം നിറഞ്ഞിരിക്കുന്നു. അവൾ ആരോടും മിണ്ടുന്നില്ല, ആരുടെയും ശ്രദ്ധയുമില്ല. പക്ഷെ അവൾ നിശബ്ദമായി ആ നാണയങ്ങൾ ആ പെട്ടിയിലിടുന്നു. തുടർന്ന് ഈശോയുടെ കണ്ണുകൾ നിറയുന്നു. ഈശോ ശിഷ്യന്മാരെ വിളിച്ച് പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവൾ എല്ലാവരിലും കൂടുതലായി ഇടുകയുണ്ടായി. കാരണം അവർ തന്റെ അധികത്തിൽ നിന്നുമാണ് കൊടുത്തത്. പക്ഷെ ഇവൾ തന്റെ കുറവിൽ നിന്ന് ജീവിതോപാധി മുഴുവൻ തന്നെ സമർപ്പിച്ചു. ഈ ഒരു സുവിശേഷ ഭാഗം നാം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 38 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, സമ്പന്നരുടെ കാണിക്ക വലിയ ശബ്ദമുണ്ടാക്കിയേക്കാം. വിധവയുടെ കാണിക്ക സ്വർഗത്തിൽ വലിയ ശബ്ദമുണ്ടാക്കി. ലോകം തുകയെ നോക്കുന്നു, ദൈവം നമ്മുടെ ഹൃദയത്തെ നോക്കുന്നു. ലോകം നമ്മുടെ പുറത്തു നോക്കുന്നു, ദൈവം നമ്മുടെ ഉള്ളിൽ നോക്കുന്നു. ഈ ഒരു കഥ നമ്മോടൊരു ചോദ്യം ചോദിക്കുന്നുമുണ്ട്. നാം ഈ ചെയ്യുന്നത് മനുഷ്യനെ കാണിക്കുവാൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിച്ചത് കൊണ്ടാണോ? പ്രിയപ്പെട്ടവരെ, കാണിക്ക ചെറുതായിരിക്കാം, പക്ഷെ ഹൃദയം പ്രമാണം. വാക്കുകൾ കുറവായിരിക്കാം, പക്ഷേ അതിൽ സ്നേഹം നിറഞ്ഞിരിക്കണം. ജീവിതത്തിൽ ദൈവം നോക്കുന്നത് എത്ര എന്നതല്ല, എന്ത് മനസ്സോടെ എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ ഞാൻ മനുഷ്യരുടെ ശ്രദ്ധ തേടുന്ന വിശ്വാസമല്ല, ദൈവത്തിന്റെ മനസ്സിൽ സന്തോഷം നൽകുന്ന വിശ്വാസമാണ് തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ ഹൃദയം അവിടത്തേക്ക് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് ഒരുമിച്ച് തീരുമാനമെടുക്കാം. നന്ദി.